ലോകരാഷ്ട്രീയത്തിൽ വീണ്ടും കോമാളിയായി മാറുകയാണ് ട്രംപിന്റെ ലക്ഷ്യങ്ങളൊന്നും ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഈ മാസത്തെ കണക്കാണ്. ട്രംപ് അധികാരത്തിൽ വരും മുമ്പ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്, ഞാൻ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു. അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഏറ്റവും അവസാനം ഇന്ത്യയുടെ നെഞ്ചത്തും കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്നും വലിയ രീതിയിൽ എണ്ണ വാങ്ങുന്നു. ആ എണ്ണ വാങ്ങുന്നതാണ് റഷ്യയുടെ സാമ്പത്തിക മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിക്കുന്നതെന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തൽ ട്രംപ് കണ്ടെത്തുകയും തുടർന്ന് അധിക തീരുവ ചുമത്തുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ വരുന്ന രസകരമായ കാര്യം, ഈ ഉക്രൈനെ സംരക്ഷിക്കാനാണല്ലോ ട്രംപ് ഇത്തരം ഏർപ്പാടുകൾ നടപ്പിലാക്കുകയും ഇന്ത്യക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തുകയും ചെയ്തത്. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഏറ്റവും അധികം ഡീസൽ ഉക്രൈൻ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതിലെ വൈരുദ്ധ്യം തമാശ മറ്റൊരു കാര്യമാണ്. ഇന്ത്യ റഷ്യയിൽ നിന്നും വലിയ രീതിയിൽ തന്നെ എണ്ണ ഇറക്കുമതി ചെയ്യുകയും ഇവിടെ എത്തിച്ച് അത് മറ്റ് പെട്രോളും ഡീസലുമായി വേർതിരിച്ച് അത് ഉക്രൈന് തന്നെ വിൽക്കുകയാണ്. അത് റഷ്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ നേരിട്ട് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് റൊമേനിയയും അതോടൊപ്പം തന്നെ തുർക്കിയുമായി ബന്ധപ്പെട്ട് അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ച് ഉക്രൈനിൽ ഈ ഡീസൽ എത്തിച്ചു വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് കൊയ്യുന്നത്. ഇതെന്താ ട്രംപ് മനസ്സിലാക്കാത്തത്? കാരണം ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ വികസനത്തിന് ആവശ്യമായ പണം കണ്ടെത്തുക, കച്ചവടവുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപ തങ്ങളുടെ രാജ്യത്ത് എത്തിക്കണമെന്ന ഒറ്റ ചിന്തയിലേക്ക് മാറുമ്പോൾ ട്രംപ് ഇത്തരം പരിപാടികളുമായി രംഗത്ത് വരികയാണെങ്കിൽ അത് വീണ്ടും കോമാളി പരിവേഷമാണ് സംഭവിക്കുന്നത്. ഏറ്റവും അവസാനം നമുക്കറിയാം, റഷ്യയും അതോടൊപ്പം തന്നെ ചൈന, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരുകയാണ്. ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു കമ്പോളമാണ്. ആ കമ്പോളത്തിന്റെ വില മനസ്സിലാക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ട്രംപിന് കഴിയുന്നില്ല. ട്രംപ് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയുമായുള്ള സൗഹൃദം തകർക്കാൻ ശ്രമിക്കുകയാണ്. അത് ആ രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ നടപടി സ്വന്തം രാജ്യത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടും ട്രംപ് അത് അനുസരിക്കുന്നില്ല. അതിന്റെ ഒരു പശ്ചാത്തലം കൂടിയാണ് നാം കാണുന്നത്. അമേരിക്ക പ്രധാനമായി ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഉക്രൈനുമായുള്ള പ്രശ്നത്തിലാണ്. പക്ഷെ ഉക്രൈൻ ചെയ്യുന്നതോ ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കുകയും ഇന്ത്യയിൽ നിന്നും വലിയ രീതിയിൽ തന്നെ ഡീസൽ തങ്ങളുടെ രാജ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. അവർക്ക് എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അമേരിക്കയിൽ കാണുന്നതോ അമേരിക്കൻ താല്പര്യങ്ങളെക്കാൾ വലുതായി മാറിയിരിക്കുകയാണ് ട്രംപിന്റെ താല്പര്യം. ട്രംപിന് എങ്ങനെയെങ്കിലും നൊബേൽ സമ്മാനം ലഭിക്കുക, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുക എന്ന ചിന്തയിൽ മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. രാജ്യ താല്പര്യമില്ല. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തകർച്ചയിലേക്ക് പോവുകയാണ് ആ രാജ്യം. ഇന്ത്യയിൽ നിന്നുള്ള 5% ടൂറിസ്റ്റുകളാണ് ഈ കാലയളവിൽ അവിടെ കുറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മടിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകാൻ. അത് നാം പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. മാലിയുമായുള്ള പ്രശ്നം നമുക്കറിയാം. ആ സമയത്തും ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ആ മാലി രാജ്യത്തിലേക്ക് പോകാൻ മടി കാണിച്ചിരുന്നു. പിന്നീട് നാം കണ്ടത് തുർക്കിയുമായി ബന്ധപ്പെട്ടാണ്. തുർക്കി പാകിസ്ഥാൻ അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകാൻ മടി കാണിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം അതിന് ഇരയായിരിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഇപ്പോൾ ആ രീതിയിലേക്ക് പിന്നോട്ട് പോയിരിക്കുന്നത്. ഇത് ആ രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ഇത് ചൂണ്ടിക്കാട്ടിയിട്ടും ആ രാജ്യത്ത് ട്രംപിന് മാത്രം മനസ്സിലാകുന്നില്ല. പക്ഷെ ഇന്ത്യക്ക് മനസ്സിലാകുന്നുണ്ട്. അമേരിക്കയെ മുന്നിൽ നിർത്തി, അമേരിക്ക എന്ന കമ്പോളം മുന്നിൽ കണ്ട് എത്ര നാൾ കച്ചവടം നടത്താൻ കഴിയും? അത് ഇന്ത്യ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി മുൻകൈയെടുത്ത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും എത്തി അവിടെ കച്ചവട സ്ഥാപനങ്ങൾ, കമ്പോളങ്ങൾ കണ്ടെത്തി 40-ലധികം പുതിയ കമ്പോളങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജപ്പാനും ബ്രസീലും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കുകയാണ്. സർക്കാരിന്റെ അനുവാദം വേണ്ട, ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇനി വാങ്ങണ്ട എന്ന് തീരുമാനിച്ചാൽ അമേരിക്കയ്ക്ക് എത്ര വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക? അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പല കമ്പനികളും ഇന്ന് പ്രവർത്തിക്കുന്നത് അമേരിക്കയിലാണ്. അവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവരുടെ പ്രധാന കമ്പോളമായ ഇന്ത്യയിലും ചൈനയിലുമാണ് എത്തിക്കുന്നത്. ഇന്ത്യയും ചൈനയും ഒരു തീരുമാനം
ഇന്ത്യയിലെയും ചൈനയിലെ ജനങ്ങൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇനി ആ സാധനങ്ങൾ വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ വലിയ തിരിച്ചടിയായിരിക്കും ഈ അമേരിക്കയ്ക്ക് ഉണ്ടാവുക. പ്രത്യേകിച്ചും അത് ലക്ഷ്യമിട്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും അടക്കം മുന്നോട്ട് പോകുന്നത്. ഇന്ന് നാം ചൈനയിൽ കാണുന്നത് അതാണ്. റഷ്യയും അതോടൊപ്പം തന്നെ ചൈന, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ അധിക തീരുവ ചുമത്തിയത് ഇന്ത്യക്ക് മാത്രമല്ലല്ലോ. ഒരു കാലത്ത് ബ്രസീൽ ഉണ്ടായിരുന്നു. പല രാജ്യങ്ങൾക്കും മേൽ ഇദ്ദേഹം ഇടിത്തീ പോലെ പോവുകയാണ്. ഇടിത്തീ പോലെ വീഴുമ്പോൾ ആ രാജ്യങ്ങൾ പ്രതികരിക്കുകയാണ്, ഒറ്റക്കെട്ടാവുകയാണ്. അങ്ങനെ ഒറ്റക്കെട്ടായി മാറുമ്പോൾ അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഉക്രൈനു വേണ്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഉക്രൈൻ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം സെലൻസ്കി പലതവണ ആവശ്യപ്പെടുകയാണ്. ഈ ട്രംപിനേക്കാൾ അദ്ദേഹം വില കൽപ്പിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഇടപെടണം. ഈ റഷ്യ അതോടൊപ്പം തന്നെ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് ചെയ്താൽ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന രീതിയിലേക്ക് സെലൻസ്കി തന്നെ പറയുന്നുണ്ട്. ഇന്ന് നാം ചൈനയിൽ കണ്ടത് ആ കൂടിക്കാഴ്ചകളാണ്. അമേരിക്കയും ഇന്ത്യയും അതോടൊപ്പം തന്നെ റഷ്യയും തമ്മിലുള്ള നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ നാം കണ്ടു. ആ കൂടിക്കാഴ്ചകളിൽ നിന്നും വ്യക്തമാകുന്നതോ മോദി ഒരു ഇടപെടലിലൂടെ ആ ഉക്രൈൻ യുദ്ധം അവസാനിച്ചാലോ അത് ട്രംപിന് വലിയ നാണക്കേടാവും. പിന്നീട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. സാമ്പത്തിക മേഖലയിൽ തിരിച്ചടി ഉണ്ടാകുന്നു. പ്രതിരോധ മേഖലയിൽ തിരിച്ചടി ഉണ്ടാകുന്നു. അവരുടെ ആയുധങ്ങൾ ഇപ്പോൾ ഇന്ത്യ വാങ്ങാൻ തയ്യാറാകുന്നില്ല. F-30 അടക്കമുള്ള 5ാം തലമുറ, അതോടൊപ്പം തന്നെ 5ാം തലമുറ വിമാനങ്ങൾ ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങാൻ തീരുമാനമുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയാണ്. ഇപ്പോൾ 5ാം തലമുറ വിമാനങ്ങൾ ഇന്ത്യയിൽ ഫ്രാൻസിന്റെ സഹായത്തോടു കൂടി തന്നെ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ റഷ്യയുമായി ബന്ധപ്പെട്ട പുതിയ രീതിയിലുള്ള ആയുധ കരാറുകളിൽ ഏർപ്പെടുന്നു. അങ്ങനെ എല്ലാ ഘട്ടത്തിലും സാമ്പത്തികമായും പ്രതിരോധമായും ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകുന്ന തിരിച്ചടികൾ ഇപ്പോൾ അമേരിക്ക ഏറ്റുവാങ്ങുകയാണ്. ഏറ്റവും അവസാനം ട്രംപ് നിലവിളിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളോടാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന. ഞാൻ തീരുവ ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയതുപോലെ നിങ്ങളും എന്റെ പാത പിന്തുടരൂ. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തൂ എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ടാലും എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തം താല്പര്യമാണല്ലോ വലുത്. ഇന്ത്യ കുറഞ്ഞ ഒരു പണത്തിനാണ് ഈ രാജ്യങ്ങൾക്ക് എല്ലാം ഈ എണ്ണ നൽകുന്നത്. കാരണം റഷ്യയിൽ നിന്നും ഇന്ത്യൻ രൂപയ്ക്കാണ് ഇന്ത്യ അവിടെ നിന്നും ഈ എണ്ണ ഇറക്കുമതി ചെയ്ത് വിവിധങ്ങളായി തിരിച്ച് പെട്രോളും ഡീസലുമായി വിവിധ രാജ്യങ്ങളിൽ വിൽക്കുന്നു. അത് ഉക്രൈൻ പോലും വാങ്ങാൻ തയ്യാറാകുന്നു. പിന്നെ എന്തിനാണ് ഈ ട്രംപ് ഇത്തരം വിരളി കൊണ്ട് ഇങ്ങനെ കിടന്നു പുളയുന്നത്? അത് എന്തായാലും ആ രാജ്യത്തിന് തന്നെയായിരിക്കും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ഈ ബൈഡന്റെ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ആയതുകൊണ്ടാണ് ഈ ട്രംപിനെ വീണ്ടും അവർ അധികാരത്തിൽ എത്തിച്ചത്. കോവിഡ് കാലത്ത് മനസ്സിലാകും, ഒരു കോമാളിയെ പോലെ ആയിരുന്നു ട്രംപ്. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാകുന്നു, എന്തെല്ലാം മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമായത് കൊണ്ടാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബൈഡനെ കൊണ്ടുവന്നത്. പക്ഷെ ബൈഡന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ കൊണ്ട് ആ രാജ്യം വലിയ രീതിയിൽ പിന്നോട്ട് പോയി. അതിനെ തരണം ചെയ്യാൻ വേണ്ടിയാണ് ട്രംപിനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം മുൻപുള്ള 4 വർഷം ഇരുന്ന ട്രംപ് അല്ല പിന്നീട് കണ്ടത്. അദ്ദേഹം ഈ ഭീകരവാദത്തിന് അനുകൂലമായി സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഭീകരവാദത്തിന് അനുകൂലമായി സംസാരിക്കുകയാണ്. അദ്ദേഹം പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുകയാണ്. പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിച്ചാൽ ആർക്കാണ് പ്രതിസന്ധി ഉണ്ടാകുക? അത് അമേരിക്കക്കായിരിക്കും. പാകിസ്ഥാനുമായി അമേരിക്ക കൂടുതൽ ചങ്ങാത്തം കൂടുന്നത് അത് ഇന്ത്യയെ ശത്രു രാജ്യത്തേക്ക് മാറ്റും. ഇന്ത്യയെ അമേരിക്കയിൽ നിന്നും കൂടുതൽ അകലെ നിർത്തും. അത് ട്രംപ് ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്ദേഹം ലോകരാഷ്ട്രീയത്തിൽ ലോകക്രമത്തിൽ ഒരു കോമാളിയായി വീണ്ടും മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.